ദൈവത്തിന് മഹത്വം. ദൈവരാജ്യത്തെക്കുറിച്ച് വീണ്ടും നാം മനസ്സിലാക്കുമ്പോൾ ദൈവരാജ്യത്തിന് ഒരു വർത്തമാന കാലഘടകവും ഭാവി കാലഘടകവും ഉണ്ട് എന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മർക്കോസ് 1:15 ഇപ്രകാരം പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീനെന്ന്. ദൈവരാജ്യത്തെ പ്രഘോഷിക്കുവാനും പൂർത്തിയാക്കുവാനും ക്രിസ്തു വന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതായിരുന്നു ക്രിസ്തുവിന്റെ ഭൂമിയിലെ സന്ദേശത്തിന്റെ വിഷയം തന്നെ. അതിന്റെ പ്രത്യക്ഷതയുടെ രൂപത്തെ പറ്റി ചില കാര്യങ്ങൾ നാം അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒന്ന്, ദൈവരാജ്യം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ, അത് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയവരുമായിട്ട് പഴയ നിയമത്തിൽ ഉടമ്പടി യഹോവയായ ദൈവം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തുവിനെ അവർ തിരസ്കരിച്ചതിനാൽ, അല്ലെങ്കിൽ പഴയ നിയമ ഇസ്രായേൽ ക്രിസ്തുവിനെ തിരസ്കരിച്ചതിനാൽ രാജ്യം അവരിൽ നിന്നും എടുത്ത് മാറ്റപ്പെടുന്നതാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അത് മത്തായിയുടെ സുവിശേഷം 21:43 കാണുവാനായിട്ടും സാധിക്കും. രണ്ടാമത്തെ കാര്യം, രാജ്യം ക്രിസ്തുവിൽ എന്നതാണ്. രാജ്യവും അതിന്റെ ശക്തിയും രാജാവായ യേശുവിന്റെ ആളത്വത്തിലും പ്രവൃത്തിയിലും ഉണ്ടായിരുന്നു എന്നതാണ് ലൂക്കോസിന്റെ സുവിശേഷം 11:20 നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. മൂന്നാമത്തെ കാര്യം, രാജ്യം സഭയിൽ എന്നതാണ്. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഏവരുടെയും ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും ഇപ്പോഴുള്ള ദൈവത്തിന്റെ ശക്തിയുടെയും വാഴ്ചയുടെയും പ്രത്യക്ഷത ഇതിൽ നമുക്ക് ഉൾപ്പെട്ട് കാണാവുന്നതാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 3:3, റോമാലേഖനം 14:17, കൊലോസ്യ ലേഖനം 1:13 തുടങ്ങിയ വാക്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും ദൈവത്തിന്റെ ഭരണമോ അധികാരമോ പൂർണ്ണമായും അംഗീകരിക്കപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നില്ല. ഈ യുഗത്തിന്റെ അവസാനം വരെ സാത്താന്റെയും ദുഷ്ടമനുഷ്യരുടെയും പ്രവർത്തികളും സ്വാധീനവും തുടർന്നുകൊണ്ടിരിക്കും എന്നതാണ് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നത്. 1 തീമോഥെയോസിന്റെ ലേഖനം 4:1, 2 തീമോഥെയോസിന്റെ ലേഖനം 3:1 തൊട്ട് 5 വരെ, വെളിപ്പാട് പുസ്തകം 19:19 മുതൽ 20:10 വരെ ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ആ കാര്യം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ മഹത്വവും ശക്തിയും രാജ്യവും പൂർണ്ണമായി ഭാവിയിൽ വെളിപ്പെടുന്നത് യേശു ഈ ലോകത്തെ ന്യായം വിധിക്കേണ്ടതിന് മടങ്ങി വരുമ്പോൾ മാത്രമാണ്. അത് മത്തായിയുടെ സുവിശേഷം 24:30, ലൂക്കോസിന്റെ സുവിശേഷം 21:27, നേരത്തെ പറഞ്ഞതുപോലെ വെളിപ്പാട് പുസ്തകം 19:11 തൊട്ട് 20 വരെയും 20:1 തൊട്ട് 6 വരെയും ഒക്കെയുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ വീണ്ടും നമുക്ക് കാണാവുന്നതാണ്. ക്രിസ്തു ഒടുവിലായി സകല ദുഷ്ടശക്തികളുടെയും എതിർപ്പുകളുടെയും അതിന്റെ മേല് വിജയം വരിക്കുകയും പിതാവായ ദൈവത്തിന് രാജ്യം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് രാജ്യത്തിന്റെ ആത്യന്തിക നിവർത്തി ഉണ്ടാകുന്നത് എന്ന് 1 കൊരിന്ത്യർ ലേഖനം 15:24, വെളിപ്പാട് 20:7 തൊട്ട് 21 വരെ, നേരത്തെ നമ്മൾ ആരംഭത്തിൽ ചിന്തിച്ച മർക്കോസ് 1:15 തുടങ്ങിയ വാക്യങ്ങൾ വ്യക്തമാക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, ഇപ്പോൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഈ ദൈവരാജ്യം അഥവാ സഭയിൽ വസിക്കുന്നു എന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ആയതിനാൽ അപ്രകാരം ദൈവരാജ്യത്തിന്റെ ഉടമകളായി നമുക്ക് മുൻപോട്ട് നീങ്ങാം. അടുത്ത ദിനങ്ങളിലും നമുക്ക് ദൈവവചനത്തിൽ കൂടെ ചിന്തിക്കാം. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. ദൈവരാജ്യം ശാശ്വതമാം ആത്മസന്തോഷം, ദൈവരാജ്യം ശാശ്വതമാം ആത്മസന്തോഷം നമ്മൾ പ്രാപിപ്പതോ പാർത്തലത്തിൽ എത്ര മാഹാത്മ്യം, നമ്മൾ പ്രാപിപ്പതോ പാർത്തലത്തിൽ എത്ര മാഹാത്മ്യം.
ദൈവരാജ്യം ശാശ്വതമാം ആത്മസന്തോഷം നമ്മൾ പ്രാപിപ്പതോ പാർത്തലത്തിൽ എത്ര മാഹാത്മ്യം. പാതയേറെ താണ്ടിടേണം, ത്യാഗമേറെ സഹിക്കേണം, സ്വർഗവാസമാസ്വദിച്ചിടാൻ. പാതയേറെ താണ്ടിടേണം, ത്യാഗമേറെ സഹിക്കേണം, സ്വർഗവാസമാസ്വദിച്ചിടാൻ. നവരത്ന കിരീടധാരിയാമെന്റെ കാന്തനൊപ്പം യുഗായുഗമാനന്ദിപ്പതെന്തു ഭാഗ്യമോ. നവരത്ന കിരീടധാരിയാമെന്റെ കാന്തനൊപ്പം യുഗായുഗമാനന്ദിപ്പതെന്തു ഭാഗ്യമോ. ദൈവരാജ്യം ശാശ്വതമാം ആത്മസന്തോഷം നമ്മൾ പ്രാപിപ്പതോ പാർത്തലത്തിൽ എത്ര മാഹാത്മ്യം. കണ്ണുനീരിൽ തളരാതെ, ശോധനയിൽ പതറാതെ, ക്രൂശെ നോക്കി യാത്ര ചെയ്തിടാം. കണ്ണുനീരിൽ തളരാതെ, ശോധനയിൽ പതറാതെ, ക്രൂശെ നോക്കി യാത്ര ചെയ്തിടാം.